ജിം, നീ എന്തു ചെയ്യുകയാണ്? നോക്ക്, ഞാനൊരു വീട് വരയ്ക്കുകയായിരുന്നു. നീ എന്തു ചെയ്യുകയാ? ഞാൻ യാത്രാവിവരണം വായിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ ഗൃഹപാഠത്തെ കുറിച്ചോർത്തല്ല വിഷമിക്കുന്നത്. എന്നാൽ എന്തോർത്താണ് നിങ്ങൾ വിഷമിക്കുന്നത്? ഞാൻ വലുതാകുമ്പോൾ ചെയ്യാൻ പോകുന്ന തൊഴിലിനെ പറ്റി എനിക്ക് പ്രസംഗിക്കണം. അത് കൊള്ളാം. നാളെ എന്താണ് പറയാൻ പോകുന്നത്? ഇത് ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്നില്ല അങ്കിൾ. എന്നാൽ എന്താണെന്ന് എന്നോട് പറയൂ. ഞാൻ വലുതാകുമ്പോൾ എനിക്കൊരു കണക്കെഴുത്തുകാരിയാകണം. എനിക്കൊരു എഞ്ചിനീയർ ആകണം. ഞാൻ വരച്ച വീട് നോക്ക്. നന്നായിരിക്കുന്നു ജിം. ജോവാൻ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൊഴിലായിരിക്കണം നീ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ജിം എന്നോട് പറഞ്ഞത് നിനക്ക് എഴുതാൻ പറ്റുമെന്ന്. അങ്കിൾ, ഇവിടെ നോക്കൂ. ജോവാൻ എഴുതിയതാണ് ഈ ലേഖനം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ആഹാ, ജോവാൻ, ഞാൻ അറിഞ്ഞില്ല നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരിയാണെന്ന്. അങ്കിൾ, ഞാൻ ആശയക്കുഴപ്പത്തില. രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനാകുമോ? തീർച്ചയായും നിനക്ക് ചെയ്യാൻ പറ്റും. ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ശരിക്കും? അതെ, ധാരാളം ആളുകളുണ്ട്. സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈശോയുടെ ശിഷ്യൻ ഒരു കണക്കെഴുത്തുകാരനും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനുമാണെന്ന്. ഇത് സുവിശേഷത്തിലാണോ? ആരാണ് അദ്ദേഹം? ഞാനും കേട്ടിട്ടില്ല അങ്ങനെ ഒരാളെ പറ്റി. എനിക്കുറപ്പുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ പറ്റി കേട്ടിട്ടുണ്ടെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കണക്കെഴുത്തുകാരനും എഴുത്തുകാരനും അതായിരിക്കണം. ഒരു കണക്കെഴുത്തുകാരനും എഴുത്തുകാരനും. അങ്കിൾ, എന്താണ് അദ്ദേഹം എഴുതിയത്? എന്നാൽ ശരി, ഞാനൊരു ക്ലൂ തരാം. സുവിശേഷങ്ങളിൽ ഒന്ന് അദ്ദേഹമാണ് എഴുതിയത്. സുവിശേഷം എഴുതിയത് മത്തായി, ലൂക്കോ, മാർക്കോസ്, യോഹന്നാൻ. ഇവരിൽ ആരാണ് കണക്കെഴുത്തുകാരൻ? ഈ സന്ദേഹം ഇനിയും പിടിച്ചു നിർത്തണമെന്ന് എനിക്കില്ല. മത്തായിയുടെ തൊഴിലിനെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു? മത്തായി നികുതി പിരിക്കുന്ന ആളായിരുന്നു അല്ലേ അങ്കിൾ? പക്ഷേ കണക്കെഴുത്തുകാരനായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, അതായത് ഒരു കണക്കെഴുത്തുകാരന്റെ തൊഴിൽ ഇന്നൊരു മാന്യമായ തൊഴിലാണ്. ഈശോയുടെ ജീവിതകാലത്ത് നികുതി പിരിച്ചിരുന്ന ആളെ നികുതി പിരിവുകാരൻ എന്നാണ് വിളിച്ചിരുന്നത്. അവർ നികുതി പിരിച്ചിരുന്നത് യൂദാ ഭരിച്ചിരുന്ന റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടിയായിരുന്നു. മത്തായി അവരിൽ ഒരാളായിരുന്നു. ഇസ്രായേൽക്കാർ ഈ നികുതി പിരിവുകാരെ വെറുത്തിരുന്നു. മത്തായി ഒരു നികുതി പിരിവുകാരനായിരുന്നു. ഒരു ദിവസം സാധാരണ പോലെ പാവങ്ങളിൽ നിന്ന് നികുതി പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് ഈ കാശ് മുഴുവനും എടുക്കരുത്. എനിക്ക് കടം വീട്ടാൻ എൻ്റെ കയ്യിൽ ആകെയുള്ളതാണിത്. നികുതിക്കായി തുക മുഴുവനും എടുത്താൽ എൻ്റെ കുടുംബം മുഴുവൻ പട്ടിണിയാകും. പട്ടിണി കിടന്നു മരിക്കും. ഇവിടെ നിന്ന് പോകൂ കിളവ. ഇത്രയും തുക റോമൻ ഭരണാധികാരിക്ക് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ അങ്ങ് ഞാൻ സാധാരണ അടയ്ക്കുന്നതിനേക്കാൾ കൂടുതലാണ് 20 ഷെക്കൽസ്. ദയവ് ചെയ്ത് ആ തുക തിരിച്ചു തരൂ. ഇതെന്റെ വിഹിതമാണ് വിഡ്ഢി. നിന്നോട് എല്ലാ കാര്യവും ഞാൻ വിവരിക്കണോ? മാറി നിൽക്കൂ, അടുത്തയാള് വരൂ. മാറി നിൽക്ക്, ഇത് നസ്രത്തിലെ ഈശോയാണ്. ഗുരു ഗുരു. എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് ഈ ഒച്ചപ്പാട്? അങ്ങേക്കറിയില്ലേ ഇതാരാണെന്ന്? ഇത് നസ്രത്തിലെ ഈശോയാകുന്നു. അദ്ദേഹം പ്രവാചകനും അത്ഭുതം പ്രവർത്തിക്കുന്നവരുമാണ്. വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുന്നുമുണ്ട്. നസ്രയനായ ഈശോ? എന്ത്? ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. മത്തായി ഈശോയെ കണ്ടപ്പോൾ സ്തംഭിച്ചു പോവുകയും താനൊരു നികുതി പിരിവുകാരനാണെന്നുള്ള കാര്യം മറന്നു പോവുകയും ചെയ്തു. ഇതാരായിരിക്കണം? അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തൊരു തേജസ്സാണ്. മത്തായി, എന്നെ അനുഗമിക്കൂ. ശരി ഗുരു. പണത്തിനോട് അത്യാഗ്രഹിയായ മത്തായി തന്റെ ഗുരു വിളിച്ച ആ ദിവസം മുതൽ നല്ലൊരു ജീവിതം തുടങ്ങി. മത്തായി പിരിച്ചു വെച്ചിരുന്ന പണം ആ മുറിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് ഈശോയെ അനുഗമിക്കുവാൻ തുടങ്ങി. മത്തായി ഈശോയ്ക്കും ശിഷ്യന്മാർക്കും വേണ്ടി തന്റെ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. ഈശോയും ശിഷ്യന്മാരെയും കൂടാതെ ധാരാളം നികുതി പിരിവുകാരും പാപികളും അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. ഈശോയും ശിഷ്യന്മാരും മത്തായിയുടെ വീട്ടിൽ നിന്ന് അത്താഴം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഫരിസേയർ കണ്ടു. അവർ അവിടെ ചെന്ന് ഇപ്രകാരം ചോദിച്ചു: നിങ്ങളുടെ ഗുരു ഒരു കപടനാട്യക്കാരനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ പാപികളോട് ഭക്ഷണം കഴിച്ചു? ഫരിസേയർ പറയുന്നത് എന്താണെന്ന് ഈശോ കേട്ടു. അതുകൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ആരോഗ്യമുള്ളവനല്ല വൈദ്യന്റെ ആവശ്യം, മറിച്ച് രോഗികൾക്കാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ്, പരിത്യാഗമല്ല. ഞാൻ വന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് പാപികൾക്ക് വേണ്ടിയാണ് എന്നെ അയച്ചത്. കർത്താവേ, ഞാൻ എൻ്റെ ദോഷകരമായ വഴികൾ ഉപേക്ഷിച്ചിരിക്കുന്നു.
നികുതി പിരിക്കുന്നതിനിടയിൽ ഞാൻ ക്രൂരനായിട്ടുണ്ട്. പാവപ്പെട്ടവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഞാൻ പിടിച്ചു പറിച്ചിട്ടുണ്ട്. അങ്ങ് എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. ഞാൻ എൻ്റെ പ്രവൃത്തികളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കുമായി നൽകുന്നു. ഈ ലോകത്തെ ഏറ്റവും വലിയ നിധിയുടെ പ്രകമ്പനം എന്നിൽ തോന്നിത്തുടങ്ങി. ഇന്നു മുതൽ മുഴുവൻ മനുഷ്യകുലത്തിനും വേണ്ടി പ്രകാശം പരത്തുന്ന അങ്ങയുടെ ശിഷ്യനും ഒരു പ്രവാചകനുമായി മാറിക്കൊള്ളാൻ ഞാൻ. ഒരു ദിവസം ഈശോ എല്ലാ ശിഷ്യന്മാരെയും ഒരു സന്ദേശം പറയുന്നതിന് വേണ്ടി വിളിച്ചു. ഈശോ അവരോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾ 12 പേരെയും എൻ്റെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രയേലിൻ്റെ നഷ്ടപ്പെട്ട ആടുകളോട് നിങ്ങൾ പ്രഘോഷിക്കണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. രോഗികളെ സുഖപ്പെടുത്തുക, ചെകുത്താനെ പുറത്താക്കുക, കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുക. എൻ്റെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിൽ കൂടി സംസാരിക്കുന്നതായിരിക്കും. എല്ലാ 12 ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞിരുന്നു. ഓ, എനിക്കെന്താണ് സംഭവിക്കുന്നത്? എൻ്റെ മനസ്സിൽ എനിക്കൊരു പുതിയൊരു ഉണർവ് തോന്നുന്നുണ്ട്. എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നു. എന്നെ അകറ്റി നിർത്തിയവരെയും അപമാനിക്കുന്നവരെയും അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാണിപ്പോൾ. ഈശോ തന്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് പങ്കുവച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അങ്ങനെ ഈശോ ഏറ്റവും വലിയ വിപ്ലവകരമായ പഠിപ്പിക്കൽ ശിഷ്യന്മാരോട് ഉദ്ഘോഷിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ. എനിക്കെൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ഈ സന്ദേശം എനിക്ക് പറ്റുന്നിടത്തോളം ആളുകൾക്ക് ഞാൻ കൈമാറും. കർത്താവേ, എൻ്റെ ഗുരുവിൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് എഴുതുവാൻ എന്നെ സഹായിക്കണമേ. ഈ മനുഷ്യപുത്രനെക്കുറിച്ച് എല്ലാവരും വായിക്കുകയും അറിയുകയും ചെയ്യണം. ഈശോയുടെ ഉയർപ്പിന് ശേഷം അപ്പസ്തോലന്മാർ എല്ലാവരും അവരുടെ ജീവനെ ഓർത്ത് പേടിച്ച് ഒരു അടച്ചിട്ട മുറിയിൽ കൂടിയിരിക്കുകയായിരുന്നു. അന്ന് പെന്തക്കൊസ്താ ദിവസമായിരുന്നു. പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടായിരുന്നവരുടെ മേൽ ഇറങ്ങി വരികയും അവർക്ക് ദൈവവചനം പ്രഘോഷിക്കുവാനുള്ള ധൈര്യം കിട്ടുകയും ചെയ്തു. അവർക്ക് പല ഭാഷകളിൽ സംസാരിക്കാൻ സാധിച്ചു. മത്തായി ജ്ഞാനോദയത്താൽ നിറഞ്ഞു. അന്നേ ദിവസം ഈശോയുടെ ജീവിതത്തെക്കുറിച്ചും അധ്യാപനത്തെക്കുറിച്ചും എഴുതുവാനായി പരിശുദ്ധാത്മാവ് മത്തായിയെ അധികാരപ്പെടുത്തി. സർവശക്തനായ ദൈവമേ, ഞാൻ നിന്റെ നന്മയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നു. നീ എന്നെ ദൈവപുത്രനായ യേശുവിൻ്റെ ജീവിതത്തെയും സന്ദേശങ്ങളെയും കുറിച്ച് എഴുതുവാൻ ഒരു ഉപകരണമാക്കി. യേശുവിൻ്റെ ശിഷ്യനായി ഞാൻ വരുന്നതിന് മുൻപുള്ള സംഭവങ്ങൾ കാണിച്ചു തന്നതിന് സർവശക്തനായ അങ്ങേക്ക് നന്ദി. നന്ദി സർവേശ്വരൻ. അങ്ങനെ മത്തായി സുവിശേഷം എഴുതുകയും ജനങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. സുവിശേഷം പ്രഘോഷിക്കാൻ മത്തായി വളരെ ദൂരം സഞ്ചരിച്ചിരുന്നു. ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചത് മത്തായിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സിറിയ, മെഡിയ, പേർഷ്യ, പാർത്തിയ എന്നീ രാജ്യങ്ങളിൽ. എത്യോപ്യയിൽ പ്രസംഗിക്കുന്ന സമയത്താണ് മത്തായി മരിക്കുന്നത്. ഒരു രക്തസാക്ഷിയുടെ മരണമായിരുന്നു മത്തായിയുടേത്. എത്യോപ്യയിലെ നിവാസികൾ പ്രാകൃതമായ ആചാരങ്ങളും വിശ്വാസവുമുള്ള ഗിരിവർഗക്കാരായ നരഭോജികളായിരുന്നു. അദ്ദേഹത്തിന് കുറെ വിഗ്രഹാരാധകരെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ സാധിച്ചു. അദ്ദേഹം അവിടെ സഭ സ്ഥാപിക്കുകയും നിർമ്മേന പട്ടണത്തിൽ ഒരു ആരാധനാലയം പണിയുകയും ചെയ്തു. ഇത് ആഫ്രിക്കയിലെ ഇപ്പോഴത്തെ എത്യോപ്യയാണോ അങ്കിൾ? അല്ല, വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ മറന്നുപോയി. കാസ്പിയൻ കടലിന് തെക്ക് ഭാഗത്തുള്ള രാജ്യമായിരുന്നു അന്നത്തെ എത്യോപ്യ. അതായത് ഇത് ഇന്നത്തെ എത്യോപ്യ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ധാരാളം അത്ഭുതങ്ങൾ മത്തായി വഴി കാണിച്ചെങ്കിലും എത്യോപ്യക്കാർ ഈശോയിൽ വിശ്വസിക്കാൻ മടി കാണിച്ചു. ഒരു ദിവസം ഈശോ മത്തായിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, തന്റെ ഊന്നുവടി ദേവാലയത്തിന് മുന്നിൽ കുത്തി നിർത്തുക. അത് ഒരു മരമായി വളരുകയും അതിൽ ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന്. ജനങ്ങൾ ഫലങ്ങൾ കാണുവാൻ വന്നപ്പോൾ മരത്തിന്റെ വേരുകളിൽ നിന്ന് അരുവി പൊട്ടി പുറപ്പെടുകയും അതിൽ അവർ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അവർ മാമോദീസ സ്വീകരിച്ചു. ശ്രദ്ധിക്കൂ, ഇതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന്. പാപത്തിൽ നിന്നവർ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അവർക്ക് കർത്താവായ ദൈവത്തിന്റെ ശക്തി മനസ്സിലാവുകയും അവർ ദേവാലയത്തിന് മുന്നിൽ മുട്ടുകുത്തുകയും ചെയ്തു. ദൈവമേ, ദയവ് ചെയ്ത് എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നന്ദിയുണ്ട് ഗുരു, താങ്കൾ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. കുട്ടികളെ, ഇത് വിജാതീയരുടെയും അപരിഷ്കൃതരായ ജനങ്ങളുടെയും വിശ്വസിക്കലിന്റെ ഒരു നിമിഷമായിരുന്നു. അവർ ഈശോയിലും മത്തായിയുടെ വാക്കുകളിലും വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ അങ്കിൾ, ഇത് മത്തായിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ? അതെ അതെ, ഗോത്രത്തലവനും സ്ഥലത്തെ അധികാരിയും ഫുൾവിയൻ എന്നയാളായിരുന്നു. അയാൾ അശുദ്ധാത്മാവോടുകൂടിയ ആളായിരുന്നു.
മത്തായി ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയത് ഫുൾവിയനെ അരിശം കൊള്ളിച്ചു. അയാൾ മത്തായിയെ പിടിച്ച് കൊന്നുകളയുവാൻ കൽപ്പിച്ചു. ഈ മാന്ത്രികന്റെ വിധി എന്താണെന്നറിയാമോ? നിത്യജീവൻ തരുന്ന ഒരു ദൈവത്തെ പറ്റി അവൻ പറയുന്നു. ഞാൻ നോക്കട്ടെ അവന്റെ ദൈവം അവന്റെ ജീവൻ രക്ഷിക്കുമോ എന്ന്. ഹേയ്, അവനെ കത്തിച്ചു കളയാൻ കൂടുതൽ വിറക് വെക്ക്. നമുക്ക് അവനോടൊപ്പം അവന്റെ വിശ്വാസത്തെയും കൂടി കത്തിച്ചു കളയാം. കൂടുതൽ വിറക് വെച്ചെങ്കിലും തീജ്വാല ശക്തി പ്രാപിക്കുകയോ മത്തായിയെ തൊടുകയോ ചെയ്തില്ല. തീ പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവർ ആരാധിച്ചുകൊണ്ടിരുന്ന 12 വിഗ്രഹങ്ങളെ തീക്ക് ചുറ്റും വയ്ക്കുവാൻ വേലക്കാരോട് ഫുൾവിയൻ കൽപ്പിച്ചു. തീ വല്ലാതെ ചൂടാവുകയും വിഗ്രഹങ്ങളെ ഉരുക്കിക്കളയുകയും ചെയ്തു. പിന്നീട് തീ ഫുൾവിയന്റെ നേരെ പടരുവാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത്? ഫുൾവിയൻ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും തീയിൽ നിന്ന് രക്ഷിക്കാൻ കേണപേക്ഷിക്കുകയും ചെയ്തു. ഓ ഗുരു, ഞാൻ ഖേദിക്കുന്നു, എന്നോട് ക്ഷമിക്കണേ. നിങ്ങളുടേതാണ് സത്യദൈവം, നിങ്ങളുടേതാണ് സത്യദൈവം. ഈ തീയിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ദൈവജനെ രക്ഷിക്കൂ, ദൈവജനെ രക്ഷിക്കൂ. നീചനായ രാജാവേ, നീ ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്റെ നീച പ്രവൃത്തിയിൽ നിന്ന് പിന്മാറൂ. അല്ലെങ്കിൽ നിന്നെയും നിന്റെ ജനങ്ങളെയും ദൈവം ദയയില്ലാതെ ശിക്ഷിക്കും. അങ്ങനെ ഗോത്രത്തലവൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തീ കെട്ടുപോയി. അതുകൊണ്ട് മത്തായിയെ കൊല്ലുവാൻ സാധിച്ചില്ല. എന്നാൽ എങ്ങനെയാണ് മത്തായി മരിച്ചത്? താങ്കൾ പറഞ്ഞില്ലേ അദ്ദേഹം രക്തസാക്ഷിയാണെന്ന്? അതെ, അങ്കിൾ അത് പറഞ്ഞിരുന്നു. അത് കുറച്ച് ശരിയാണ്. തീക്ക് മത്തായിയുടെ ശരീരത്തെ കത്തിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ മത്തായിയുടെ ആത്മാവ് ഏകദേശം സ്വർഗത്തിലേക്ക് പോയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, മത്തായി മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തെ മുഴുവനും പരിവർത്തനം നടത്തി. ഈശോയെ, എന്റെ ഗുരുവേ, അങ്ങെന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി ഞാൻ ഈ മനുഷ്യരെ നേടിയിരിക്കുന്നു. ഇനി ഞാൻ എന്റെ സ്വർഗീയ ഭവനത്തിനു വേണ്ടി നിന്റെ കൂടെ ചേരട്ടെ. ഈ വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചുപോയി. അവിടെ നിന്നവർക്കെല്ലാം ഇതൊരു അത്ഭുതമായിരുന്നു. മത്തായിയുടെ മരണത്തിൽ ഫുൾവിയൻ വളരെയധികം ദുഃഖിച്ചു. പക്ഷേ മത്തായിയുടെ വിശുദ്ധിയെപ്പറ്റി അവന് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മത്തായിയുടെ ശരീരം ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി കടലിലെറിഞ്ഞു. എന്നിട്ട് ഫുൾവിയൻ പറഞ്ഞു, അപ്പസ്തോലന്റെ ശരീരത്തെ തീയിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ വെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുകയാണെങ്കിൽ ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു നല്ല കാരണമായി തീരുമെന്ന്. എന്നിട്ട് എന്ത് പറ്റി അങ്കിൾ? അവിടെ ദൈവം ഇടപെട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നു. ചരിത്രത്തിൽ പല ഉദാഹരണങ്ങളുണ്ട് ഈ സത്യം തെളിയിക്കുന്നതിന്. അന്ന് രാത്രി പ്ലാറ്റൻ മെത്രാന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കടൽ തീരത്തേക്ക് പോകുവാൻ മത്തായി പറഞ്ഞു. അതായത് മത്തായിയുടെ ശരീരം കടൽ തീരത്ത് കാണുമെന്ന്. പിറ്റേ ദിവസം പ്ലാറ്റൻ മെത്രാൻ കടൽ തീരത്ത് ചെന്നു. ഫുൾവിയനും മെത്രാനൊപ്പം ഉണ്ടായിരുന്നു. അവർ കടൽ തീരത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. തിരമാലകൾ ഒരു ഇരുമ്പിന്റെ ശവപ്പെട്ടി തീരത്തോട്ടടുപ്പിക്കുന്നത്. ചിലപ്പോൾ ഇതായിരിക്കാം. നീ പെട്ടെന്ന് തന്നെ ആ പെട്ടി തുറക്കൂ. ഗുരു, ഇതാണ് ശരിക്കും ആ പ്രവാചകന്റെ ശരീരം. ഓ ഇല്ല ഗുരു, എന്റെ അവിശ്വാസത്തിന് അങ്ങനെ ശിക്ഷിക്കരുതെന്ന് ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേറെ അടയാളങ്ങളുടെ ആവശ്യമില്ല. എന്നോട് ക്ഷമിക്കണമേ. ഫുൾവിയൻ പരിശുദ്ധ അപ്പസ്തോലൻ മത്തായിയോട് മാപ്പ് യാചിച്ചു കഴിഞ്ഞപ്പോൾ പ്ലാറ്റൺ മെത്രാൻ അവനെ സ്നാനപ്പെടുത്തി. ദൈവത്തിന്റെ കൽപ്പനയ്ക്കനുസരണമായി അവന് മത്തായി എന്ന് പേരിട്ടു. ഉടനെ തന്നെ ഫുൾവിയൻ മത്തായി തന്റെ പ്രജകളോട് ക്രിസ്തുമതം സ്വീകരിക്കാൻ പറഞ്ഞു. പ്ലാറ്റൺ മെത്രാന്റെ മരണത്തിന് ശേഷം അപ്പസ്തോലൻ മത്തായി ഫുൾവിയൻ മത്തായിക്ക് പ്രത്യക്ഷപ്പെട്ട് എത്യോപ്യൻ സഭയുടെ നായകനാകാൻ നിർദ്ദേശിച്ചു. ഫുൾവിയൻ മത്തായി എത്യോപ്യൻ സഭയുടെ നായകനായതിനു ശേഷം ദൈവവചനം പ്രഘോഷിച്ച് തന്റെ സ്വർഗീയ മധ്യസ്ഥന്റെ ജോലി പിന്തുടർന്നു. പീഡിപ്പിക്കുന്നവൻ വേദപ്രചാരകനായി. ഇതൊരു ആശ്ചര്യപ്പെടുത്തുന്ന കഥ തന്നെ. മത്തായിയുടെ പ്രവർത്തനത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ഞങ്ങൾക്കറിയാമായിരുന്നു, അല്ലേ ജിം? എനിക്കറിയാവുന്നത് അദ്ദേഹം ഒരു ചുങ്കക്കാരനും സുവിശേഷം എഴുതിയിട്ടുണ്ടെന്നും മാത്രം. അത് ശരിയാണ് ജോവാൻ. അതെ കുട്ടികളെ, ഈശോയുടെ ജീവിതത്തിന്റെ ശരിയായ വിവരണത്തിന് അറിയപ്പെടുന്ന ആളാണ് മത്തായി. അദ്ദേഹത്തെ തലകീഴായി തീയുടെ മുകളിൽ കെട്ടിത്തൂക്കിയപ്പോഴും തന്റെ വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം.
ശരി അങ്കിൾ. ഇന്നത്തേക്ക് ധാരാളമായി. നാളെ ഞാൻ തിരിച്ചു വന്ന് ഈശോയുടെ ശിഷ്യരിൽപ്പെട്ട മറ്റൊരാളുടെ കഥ പറയാം. യൂദാ തദേവൂസിന്റെ. അവനല്ലേ നമ്മുടെ ഈശോയെ ഒറ്റിക്കൊടുത്തത്? അല്ല ജോവാൻ, ഇദ്ദേഹം ഒറ്റുകാരൻ യൂദാസ് കറിയാത്തയുമായി വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരുടെ പേരുകൾ തമ്മിൽ വല്ലാത്ത സാമ്യമുള്ളതുകൊണ്ട്. ഓ, എനിക്കറിയാം. അസാധ്യകാര്യത്തിന്റെ മധ്യസ്ഥനായ യൂദാ തദയൂസിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അത് ശരിയാണ് ജോവാൻ. ഈ വിശുദ്ധന്റെ കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, നന്ദി അങ്കിൾ. നാളെ കാണാം. ബൈ ചിൽഡ്രൻ.